ഹരേ കൃഷ്ണ. ഇന്ദ്രജിത്ത് യാഗം നടത്തുന്നത് ലക്ഷ്മണനും കൂട്ടരും മുടക്കുന്നു. ആ ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. വിഭീഷണന്റെ ഉപദേശപ്രകാരം ലക്ഷ്മണനും സംഘവും ഇന്ദ്രജിത്ത് യാഗം നടത്തുന്ന നിഘുംബുലയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഇന്ദ്രജിത്തിന്റെ യാഗം മുടക്കി അയാളെ വധിക്കുക എന്നതായിരുന്നു ആ യാത്രയുടെ ഉദ്ദേശം. എന്നാൽ മാർഗമധ്യത്തിൽ വെച്ച് തന്നെ രാക്ഷസസേന ലക്ഷ്മണ സൈന്യവുമായി ഏറ്റുമുട്ടി. സുഗ്രീവനും അങ്കദനും മറ്റു വാനരന്മാരും ചേർന്ന് ഇന്ദ്രജിത്തിന്റെ സേനാനായകന്മാരെ അടിച്ചു കൊന്നു. ലക്ഷ്മണൻ ശരപ്രയോഗം കൊണ്ട് 4 ദിക്കുകളെയും മൂടിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. വിഭീഷണൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ലക്ഷ്മണനും ഹനുമാനും മറ്റും യാഗസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. യാഗശാലയ്ക്ക് ചുറ്റിലും നിന്നിരുന്ന നിശാചരന്മാരെ കണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഹനുമാൻ, യാഗശാലയ്ക്ക് ചുറ്റും ശക്തരായ രാക്ഷസന്മാർ കാവലുണ്ട്. അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷമേ നമുക്ക് അകത്ത് പ്രവേശിക്കാനാവൂ. ശരി സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനും സുഗ്രീവനും സംഘവും ചേർന്ന് രാക്ഷസന്മാരെ ആക്രമിച്ച് വകവരുത്തി. ലക്ഷ്മണന്റെ തീക്ഷ്ണശരങ്ങൾ സഹിക്കവയ്യാതെ രാക്ഷസസേന ബഹളമുണ്ടാക്കിക്കൊണ്ട് പിന്തിരിഞ്ഞോടി. ക്ഷുഭിതരായ വാനരസേന യാഗശാലയിലേക്ക് പാറകളും വൃക്ഷങ്ങളും പിഴുതെടുത്തെറിഞ്ഞു. യജ്ഞമണ്ഡപത്തിലെ ഹോമദ്രവ്യങ്ങളും സ്വർണ്ണവിളക്കുകളും തട്ടിത്തെറിപ്പിച്ചു. ഭയങ്കരമായ ബഹളം കേട്ട് യജ്ഞം ആചരിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഇന്ദ്രജിത്തിന്റെ ഏകാന്തതയ്ക്ക് ഭംഗമുണ്ടായി. വൈദിക മന്ത്രങ്ങളിലും ഇന്ദ്രജിത്തിന് മനസ്സുറയ്ക്കാതായി. മനസ്സ് ഏകാഗ്രമാകാത്ത ധർമാചരണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നറിയാമായിരുന്നുവെങ്കിലും തുടങ്ങിവെച്ച മായായാഗം മുടക്കാൻ പാടില്ല. അത് പാപമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് പുറത്തു നടക്കുന്ന ബഹളമൊന്നും കേട്ടതായി ഭാവിച്ചില്ല. വീണ്ടും ഇന്ദ്രജിത്ത് ഉറച്ച മനസ്സോട് യാഗം ആരംഭിച്ചു. പുറത്ത് ശക്തമായ കാവലും ഏർപ്പെടുത്തി. പക്ഷേ വാനരപ്പടയെ തുരത്താൻ രാക്ഷസ സൈന്യത്തിന് കഴിഞ്ഞില്ല. യാഗമണ്ഡപത്തിൽ പ്രവേശിച്ച വാനര സൈന്യം പാത്രങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചു. യജ്ഞമന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന കൃതുക്കുകൾ സുർക്കും സ്രുവവും കയ്യിലെടുത്തുകൊണ്ടു ഓടി ഒളിക്കാൻ ശ്രമിച്ചു. യജ്ഞശാലയിൽ ആകെ ബഹളമായി. ഇന്ദ്രജിത്തിന്റെ ക്ഷമ നശിച്ചു. യാഗം തടസ്സപ്പെട്ടതിനു പുറമെ തൻ്റെ നിലയും അപകടപ്പെട്ടേക്കുമെന്ന് ഭയന്നു ഇന്ദ്രജിത്ത് യാഗം അവസാനിച്ചു. ഹരേ കൃഷ്ണ.